തൃശൂരിൽ സിനിമാ സ്റ്റൈലിൽ വിലത്തി ഗൂണ്ടാ സംഘങ്ങൾ. കൊലക്കേസിൽ ജയിൽ മോചിതനായ പ്രതി അനൂപ് സംഘടിപ്പിച്ച വിരുന്നിൽ പങ്കെടുത്തത് കൊടും ക്രിമിനലുകൾ. അത് ഏതാണ്ട് 10-60ഓളം ആളുകൾ അതിലുണ്ടായിരുന്നു. എല്ലാവരും ക്രിമിനലുകളാണെന്നല്ല പറഞ്ഞത്. പാർട്ടിയുടെ ദൃശ്യങ്ങൾ മാസായി. BGMന്റെ അകമ്പടിയോടെ സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ വൈറലോട് വൈറൽ. ഇത്തരം ദൃശ്യങ്ങൾ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം ഗൗരവത്തോടെ പരിഗണിക്കണമെന്ന് പറയുന്ന ആളുകളും തൃശ്ശൂർക്കാരുണ്ട്. എന്തുട്ടുക്ക നിലയിൽ എന്ന് പറയുന്ന ആൾക്കാരും അവിടെ ഉണ്ട്. ആവേശം സിനിമയിൽ പ്രേക്ഷകർ കണ്ടത് രംഗനെയാണെങ്കിൽ ഇക്കാണുന്നത് ഗുണ്ടാ നേതാവ് അനൂപിനെയാണ്. തൃശൂർ കുറ്റൂർ സ്വദേശി. 4 കൊലക്കേസുകൾ, കൊട്ടേഷൻ കേസുകൾ തുടങ്ങി നിരവധി കേസുകളിൽ പ്രതി. 2020 മുതൽ വിയ്യൂർ സെൻട്രൽ ജയിലിൽ വിചാരണ തടവുകാരൻ, അതും കൊലക്കേസിൽ. ആ കേസിൽ അനൂപിനെ കോടതി കുറ്റവിമുക്തനാക്കിയതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചതായിരുന്നു നേരത്തെ കണ്ട ദൃശ്യങ്ങൾ. തൃശൂർ കുറ്റൂരിലെ അനൂപിൻ്റെ വീടിന് സമീപമുള്ള കോൾപ്പാടശേഖരത്തായിരുന്നു പാർട്ടി. കുപ്രസിദ്ധ ഗുണ്ടകൾ തുടങ്ങി 60-ലധികം പേരാണ് പാർട്ടിയുടെ ഭാഗമായത്. പിന്നീട് ഗുണ്ടകളുടെ സംഗമ ദൃശ്യങ്ങൾ ആവേശം സിനിമയുടെ ഹിറ്റ് ഡയലോഗുകൾ ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. ഗുണ്ടാ ഗ്രൂപ്പുകളിൽ എന്നു വേണ്ട, വീരാരാധന പങ്കുവച്ചുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ ഈ ദൃശ്യങ്ങൾ ഷെയർ ചെയ്തത്. കോൾപ്പാടത്ത് നിരവധി പേരെത്തുന്നതറിഞ്ഞ നാട്ടുകാർ ആ വിവരം പോലീസിനു കൈമാറി. പോലീസെത്തി പരിശോധന നടത്തി. 1 വർഷം മുമ്പ് മരിച്ച അച്ഛൻ്റെ ഓർമ്മയ്ക്കായി ഭക്ഷണം നൽകുകയാണെന്നാണ് അന്ന് അനൂപ് പോലീസിന് നൽകിയ മൊഴി. പിന്നാലെ പോലീസും മടങ്ങി. അതിനുശേഷമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട ആവേശം മോഡൽ പാർട്ടി നടന്നത്. പക്ഷേ അന്ന് ഒരു തരത്തിലുള്ള ലഹരി പാർട്ടിയും നടത്തിയിട്ടില്ലെന്നും ഭക്ഷണം മാത്രമാണ് നൽകിയതെന്നുമാണ് അനൂപ് ഇന്ന് 24നോട് പറഞ്ഞത്. അപ്പൊ അച്ഛൻ മരിച്ചിട്ട് 1 കൊല്ലം 4-5 മാസമായി. അപ്പൊ ഞാൻ ജയിലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു പരിപാടി നടത്താൻ പറ്റിയില്ലേ. വീഡിയോയിൽ കാണുന്ന നിങ്ങൾ മദ്യം കുപ്പി കണ്ടിട്ടുണ്ടായില്ല. അത് തൃശ്ശൂരിന് വെള്ളപ്പം മേടിച്ചതാണ്. 1 or 2 അല്ല, ആവേശം തുടങ്ങി പല സിനിമകളുടെയും രംഗങ്ങൾ ഉപയോഗിച്ചുള്ള ഗുണ്ടാ പ്രവർത്തനത്തിൻ്റെ റീലുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അനൂപ് മാത്രമല്ല, പല ഗുണ്ടാ തലവന്മാരുടെ പേരിലും ഇത്തരം വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട്. ഈ വീഡിയോകൾ നമ്മുടെ യുവാക്കൾക്കിടയിൽ ഉണ്ടാക്കുന്ന സ്വാധീനം തെല്ലും ചെറുതുമല്ല. ജനുവരി മുതൽ ഇതുവരെ മാത്രം തൃശൂർ ജില്ലയിൽ 20-ലധികം കൊലപാതകങ്ങൾ നടന്നുവെന്നാണ് കണക്ക്. അതിൽ പ്രതിസ്ഥാനത്തേറിയ പങ്കുമുള്ളത് 30 വയസ്സിൽ താഴെയുള്ള യുവാക്കളും ഗുണ്ടാ സംഘങ്ങളും. എങ്ങനെയാണ് നമ്മുടെ യുവതലമുറ ഗുണ്ടാ സംഘങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇത്തരം ദൃശ്യങ്ങൾ. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24.